നിന്റെ തന്തയുടെ അനുവാദമൊന്നും വേണം ഈ മറിയക്കുട്ടിക്ക് പറയീസേ. അതെ, ഇയാൾ അരിയാടെ ബന്ധത്തോട് പറ. മറിയക്കുട്ടീൻ്റെ അടുത്ത് ചിലവാകൂല. പിന്നെ മണി ഇങ്ങനത്തെ ഭാഷ പറഞ്ഞില്ല. അതുകൊണ്ട് മണിയോട് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ നാട്ടിലുള്ളാടാ പിഞ്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കെട്ടി തൂക്കിയിട്ട് നീ വരെ ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്നിട്ട് ആ പ്രതി എല്ലാവരുടെ ചാടിപ്പോയല്ല പറയീസേ. നാണം കെട്ടവനെ. നിന്റെ പറഞ്ഞല്ലോടാ, മറിയക്കുട്ടിയുടെ പറഞ്ഞാണോടാ. നമസ്കാരം. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മറിയക്കുട്ടിയമ്മ. രാഷ്ട്രീയ അധപതനത്തിന്റെ പ്രതീകമായി മാറിയെന്ന CV വർഗീസിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് മറിയക്കുട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഭിക്ഷാടന സമരം നടത്താൻ കാരണം CPM ആണ് എന്നും പെൻഷൻ കിട്ടുന്നില്ല എന്ന് അറിയിച്ചിട്ടും CPM തിരിഞ്ഞു നോക്കിയില്ല എന്നും മറിയക്കുട്ടി കുറ്റപ്പെടുത്തി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സഹായിച്ചുവെങ്കിൽ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്ന വർഗീസിന് എങ്ങനെ കോടികളുടെ സ്വത്തുണ്ടായി എന്ന് ചോദിച്ച മറിയക്കുട്ടി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി. വർഗീസ് മറിയക്കുട്ടീനെ അറിയോ? കാരണം വർഗീസേ, ഞാൻ ചട്ടിയായിട്ട് ഇറങ്ങാൻ കാരണം നിങ്ങളുടെ പാർട്ടി മുഖേനയാണ്. കാരണം എനിക്ക് പെൻഷൻ കിട്ടിയില്ല, എനിക്ക് അരി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചട്ടിയായി നിങ്ങളെപ്പോലെ കൊടി പിടിച്ചില്ല, സന്ധ്യാവളി പിടിച്ചില്ല, വക്കറ്റായിട്ട് ഇറങ്ങിയില്ല. അതുകൊണ്ട് വർഗീസേ, നിനക്ക് MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു. ഒരാൾ 1 കിലോ അരിയോ അല്ല 10 രൂപ എനിക്ക് കൊണ്ടു തന്നില്ല. അതുകൊണ്ട് കുര്യാക്കോസിൻ്റെ കുറ്റം പറയാൻ നിനക്ക് പവറില്ല. കുര്യാക്കോസ് അത് അറിഞ്ഞത് ഓടി വന്നല്ലോ. എനിക്ക് ഒരു 6 മാസത്തെ പൈസ തന്നായിരുന്നു. കുര്യാക്കോസിന് സഹിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് കുര്യാക്കോസ് വർഗീസിനോട് എനിക്ക് പറയാനുണ്ട്, ഈ കോറിയെല്ലാം നടത്തേണ്ട ഇത്ര ബസ്സുകളുണ്ട്. നീയും ഇയാൾ മന്ത്രിയല്ല, MLA അല്ല. ഈ നാണം കെട്ടവനെ, നിനക്ക് എങ്ങനെ ഈ പൈസ ഉണ്ടായി? നിന്റെ പേരിൽ ഞാൻ കടലാസ് കൊടുക്കാനിരിക്കുക കോടതിയിൽ. നീ പറയണം എടാ വർഗീസേ. നീ അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ 2 മാസം പിന്നെ RSSലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുസ്ലിം ലീഗിൽ പോയി, അത് കഴിഞ്ഞ് BJP പോയി, അത് കഴിഞ്ഞ് കോൺഗ്രസിൽ പോയി. നിന്റെ തന്തയുടെ അനുവാദമൊന്നും വേണം ഈ മറിയക്കുട്ടിക്ക് വർഗീസേ. അതെ, ഇയാൾ അരിയാടെ ബന്ധത്തോട് പറ. മറിയക്കുട്ടീൻ്റെ അടുത്ത് ചിലവാകൂല. പിന്നെ മണി ഇങ്ങനത്തെ ഭാഷ പറഞ്ഞില്ല. അതുകൊണ്ട് മണിയോട് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്റെ നാട്ടിലുള്ളാടാ പിഞ്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കെട്ടി തൂക്കിയിട്ട് നീ വരെ ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്നിട്ട് ആ പ്രതി എല്ലാവരുടെ ചാടിപ്പോയല്ല പറയീസേ. നാണം കെട്ടവനെ. നിന്റെ പറഞ്ഞല്ലോടാ, മറിയക്കുട്ടിയുടെ പറഞ്ഞാണോടാ പറയീസേ. അതുകൊണ്ട് മറിയക്കുട്ടിയുടെ കറവ് തിന്നാ നീ വളർന്നിട്ടില്ല. നീ പഠിപ്പിക്കേണ്ടത് നിന്റെ ആ ഗുണ്ടകളോടാ. നീ ആ നെടുങ്കണ്ടത്ത് പോയി നീ എസയുടെ കഴുത്തിന് പിടിച്ച് ചീട്ടുകളുള്ള വർഗീസേ. നിങ്ങൾ ചീട്ട് കളിക്കാൻ പോയി, ആ ചീട്ടുകളിക്കാരുടെ പൈസയെല്ലാം നീ വാരിക്കൊണ്ടുപോയി. എന്നിട്ട് പിന്നെയും നീ ആ പോലീസുകാർ വന്ന് പിടിച്ചപ്പോൾ ആ കോളറി പിടിച്ച് ഇച്ചിക്കാൻ അത്ര വൃത്തിയായിട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടോടാ വർഗീസേ. നിന്റെ CPMകാരല്ലടാ വിട്ടേ. ഞാൻ കോൺഗ്രസ്സുകാർ വിട്ടിട്ടില്ല, പോയിട്ടുമില്ല, ഒരു പാർട്ടിയും വിട്ടു പോയിട്ടില്ല. ഇന്ന് നിന്നെപ്പോലെ കള്ളനാണോടാ. ഞാൻ ചോറിൽ നിന്ന് കൈ കഴിച്ചിട്ട് നിന്നെപ്പോലെ ആരും പിടിച്ച് നിർത്തിയിട്ടില്ല. നാണം കെട്ടവനെ. നീ ആ ഹോട്ടലിൽ കയറി നല്ല സീറ്റ് വെച്ച് ചാരുകാർ വന്ന് ഇതും പിടിച്ചല്ലേ. നീ ആ കാശ് കൊടുത്തോ? നീ സദ്യ നടത്തിയില്ലാടാ. ഇത്ര നാണം കെട്ടാൻ നിനക്ക് എന്നുള്ള പട്ടിക്കുള്ള ഒരു പോലെയല്ല പറയീസേ.